പണ്ട് കേരളത്തിലെ പച്ചപ്പു നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അപ്പു എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. അപ്പു വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പെൻസിലുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കൾ. നോട്ട്ബുക്കുകളിൽ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച വർണ്ണാഭമായ ലോകങ്ങൾ നിറഞ്ഞിരുന്നു. എന്നാൽ അപ്പുവിന്റെ കുടുംബം ദരിദ്രമായിരുന്നു. കലാസൃഷ്ടികൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ആഡംബരമായിരുന്നു. ഒരു ദിവസം ഗ്രാമം ഒരു ചിത്രരചനാ മത്സരം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം ഒരു വലിയ പെട്ടി കലാസാമഗ്രികളായിരുന്നു. അപ്പുവിന് ഒരു ജീവിതകാലം മുഴുവൻ മതിയാകും. അപ്പുവിന്റെ ഹൃദയം ആവേശത്താൽ തുടിച്ചു. പക്ഷേ പിന്നീട് അവൻ തന്റെ പഴകിയ പെൻസിലുകളും ഏതാണ്ട് പൂർത്തിയായ ഒരു കടലാസും നോക്കിയപ്പോൾ മുങ്ങി. അവന്റെ മുത്തശ്ശി, മിന്നുന്ന കണ്ണുകളുള്ള ജ്ഞാനിയായ വൃദ്ധ, അവന്റെ സങ്കടം ശ്രദ്ധിച്ചു. അപ്പു, അവർ പറഞ്ഞു, യഥാർത്ഥ കല വിലയേറിയ ഉപകരണങ്ങളിൽ നിന്നല്ല, മറിച്ച് ഒരു വികാരാധീനമായ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നിനക്കുള്ളത് ഉപയോഗിക്കുക, നിന്റെ ആത്മാവിൽ നിന്ന് വരയ്ക്കുക. അവളുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അപ്പു തനിക്കറിയാവുന്നതിൽ വച്ച് ഏറ്റവും മനോഹരമായ കാര്യം വരയ്ക്കാൻ തീരുമാനിച്ചു. ജ്ഞാനത്തിന്റെയും ദയയുടെയും വരകൾ കൊത്തിവെച്ച മുത്തശ്ശിയുടെ മുഖം. പഴയ പെൻസിലുകൾ കൊണ്ട് അയാൾ തന്റെ സ്നേഹവും സമർപ്പണവും പേപ്പറിൽ പകർന്നു. അവളുടെ ഓരോ ചുളിവുകളും ഓരോ സൗമ്യമായ വളവും കണ്ണുകളിലെ ഊഷ്മളതയും അയാൾ പകർത്തി. മത്സര ദിവസം അപ്പുവിന്റെ ഡ്രോയിംഗ് വേറിട്ടുനിന്നു. മറ്റുള്ളവയിൽ മനോഹരമായ പ്രകൃതിദൃശ്യങ്ങളും ഊർജ്ജസ്വലമായ കാഴ്ചകളും ഉണ്ടായിരുന്നപ്പോൾ അപ്പുവിന്റെ ഛായാചിത്രത്തിന് എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു നിശബ്ദ സൗന്ദര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലളിതമായ ചിത്രരചനയിൽ പ്രകടമായ വികാരവും വൈദഗ്ധ്യവും വിധികർത്താക്കളെ സ്പർശിച്ചു. ഒന്നാം സമ്മാനം നേടിയത് അപ്പുവാണ്. കലാസാമഗ്രികളുടെ വലിയ പെട്ടി അയാൾ പിടിച്ചു. കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. കലാകാരനെ സൃഷ്ടിച്ചത് ഉപകരണങ്ങളല്ല, മറിച്ച് അവന്റെ സൃഷ്ടിയിൽ അവൻ അർപ്പിച്ച സ്നേഹവും അഭിനിവേശവുമായിരുന്നു. അന്നുമുതൽ അപ്പു ചിത്രം വരയ്ക്കുന്നത് തുടർന്നു. അവന്റെ പുതിയ സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമല്ല, എല്ലായ്പ്പോഴും അതേ ഹൃദയംഗമമായ അർപ്പണബോധത്തോടെയും.